The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay. See, in the previous class, we just completed the second lesson. So that is, in that lesson, we discussed how to prepare the capital account of partners. How to prepare the capital account of partners and preparation of profit and loss appropriation account and past adjustments, etc. I think all are clear. Okay. Today we are going to discuss the third chapter, that is reconstitution of partnership firm, that is admission of a partner. Okay. See, what do you mean by partnership business? We know that partnership business means two or more persons combine together and to form a business is known as partnership. So partnership business is a voluntary association of two or more persons who on the basis of an agreement pool together their financial and managerial resources and jointly start a lawful business. എന്താണ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി നിയമപരമായിട്ടൊരു ബിസിനസ് നടത്തുന്നെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. സോ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലേ. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കുക അല്ലെ, പുനർനിർമ്മാണം എന്നാണ് പറയുക. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവുക അല്ലെ, ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ what do you mean by reconstitution? Reconstitution means any change in the partnership agreement due to change in the ratio of existing partner or admission or retirement or death of a partner or amalgamation of a partner of partnership firm is known as റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. എപ്പോഴാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അതായത് എനി ചേഞ്ചസ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരാനുള്ള സാഹചര്യം? ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ആരെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിനെയാണ് ഏതെന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോഴോ ഒരു അഡ്മിഷൻ ഓഫ്
ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറെ പുതുതായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെട്ടു പോകുന്ന സമയത്തോ ഒക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അമാൽഗമേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബിസിനസ് ആയി മാറുന്നതിനെയാണ് ഈ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് എന്ത് നടത്തേണ്ടത് വരുന്നത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ എനി ചേഞ്ച് ഇൻ ദി റിലേഷൻ എമംഗ് ദ പാർട്ട്നേഴ്സ് മേ ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അല്ലെ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർമാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം എന്തിലേക്ക് പോകുന്നു, റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. എ ചേഞ്ച് ഇൻ ദി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ബ്രിങ്സ് ടു ആൻ എൻഡ് ടു ദി ഇറ്റ്സ് എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എഗ്രിമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും, ആ എഗ്രിമെന്റ് അതോടുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. Thus the reconstitution, the existing agreement comes to an end. റീകോൺസ്റ്റിറ്റ്യൂഷനോട് നടന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പഴയ എഗ്രിമെന്റ് എന്തായി, അത് അവസാനിച്ചു. ആൻഡ് ഫേം മേ കണ്ടിന്യൂ ഇറ്റ്സ് ബിസിനസ് വിത്ത് എ ന്യൂ എഗ്രിമെന്റ്. ബിസിനസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യും. എങ്ങനെ കണ്ടിന്യൂ ചെയ്യും, പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കി, പുതിയ എഗ്രിമെന്റ് തയ്യാറാക്കിയിട്ട് അത് വെച്ചുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായോ? അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്ന സാഹചര്യത്തിൽ, അതായത് നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുമ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്ത് മാറുന്നില്ല, ബിസിനസ് മാറുന്നില്ല, ബിസിനസിന്റെ നേച്ചർ, ഓപ്പറേഷൻസ് ഒന്നും മാറില്ല. റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട്നേഴ്സ് മാത്രം എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ or occasions when reconstitution of firm take place. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? സോ ദ ഫസ്റ്റ് വൺ, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അല്ലെ, ഒന്നാമത്തെ സാഹചര്യം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ വരുമ്പോൾ, ആൻഡ് ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഓർ അമാൽഗമേഷൻ ഓഫ് എ ടു പാർട്ട്ണർഷിപ്പ്. These are the occasions when the reconstitution of a firm taken place. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ്, ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇൻ ദാറ്റ് ദ ഫസ്റ്റ് വൺ, changing profit sharing ratio among the existing partner. What is it? Change in profit sharing ratio of among the existing partner. So sometime the partners of an existing firm may decide to change their existing profit sharing ratio. So the change in profit sharing ratio may leads to increase or decrease a partner share in the firm. അതായത് ചിലപ്പോൾ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, നിലവിലുള്ള പാർട്ട്നേഴ്സ് തന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഫേം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പാർട്ട്നേഴ്സിന്റെ ഷെയറിൽ ഒന്നിൽ ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. ഫോർ എക്സാമ്പിൾ, Anna and Maria are partners. Okay, so sharing profit and loss in the ratio of 3:1. And now they decided to share profit equally. So അന്നയും മറിയയും പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:1 എന്നാണ്. അതാണ് പറയുന്നത്. സോ
ഇത് ഓൾഡ് റേഷ്യോ എന്ന് പറയും. ഇത് ഓൾഡ് റേഷ്യോ, ഇതാണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഇനി പിന്നീട് അവരെന്ത് ചെയ്യുന്നു? ദേ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ഈക്വലി. പിന്നീട് അവരെന്ത് ചെയ്തു? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആയി. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. ദാറ്റ് ഈസ് ഈക്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1. ഈക്വലി മീൻസ് വാട്ട്? 1:1. ഇതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓൾഡ് റേഷ്യോ മാറി ന്യൂ റേഷ്യോ ചേഞ്ച് വന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഈ ഫേം എന്ത് ചെയ്യേണ്ടി വരും? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ചസ് വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, admission of a partner. See, what do you mean by admission of a partner? That is inclusion of a person as a partner to an existing partnership firm is called admission of a partner. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതായത് എന്താണ് അഡ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നിലവിലുള്ള പ്രസന്റ്ലി ഉള്ള ഒരു ബിസിനസ് ഫേമിലേക്ക് പുതിയ ഒരാളെ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നുവെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? അഡ്മിഷൻ ഓഫ് എ പാർട്ട്നേഴ്സ് എന്ന് പറയും. സോ ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് എ പാർട്ട്ണർ to an existing partnership firm is called admission of a partner എന്നാണ്. സോ എപ്പോഴാണ് ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്നത്? when a firm require additional capital or managerial help or both for the expansion of business, a firm can admit a person as a partner to an existing firm. അല്ലേ? അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മാനേജറിയൽ ഹെൽപ്പ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ആവശ്യമായി വരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്തരം സാഹചര്യങ്ങളിലാണ് ഒരാളെ പുതുതായിട്ട് എന്ത് ചെയ്യാറുള്ളത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാറുള്ളത്. സോ ദ ന്യൂ പേഴ്സൺ അഡ്മിറ്റഡ് ഈസ് കോൾഡ് ഇൻകമിംഗ് പാർട്ട്ണർ. ദ ന്യൂലി അഡ്മിറ്റഡ് പേഴ്സൺ ഈസ് കോൾഡ് ഇൻകമിംഗ് പാർട്ട്ണർ എന്നാ പറയാ. അവരെന്താ പറയാ? ഇൻകമിംഗ് പാർട്ട്ണർ. അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? നിലവിലുള്ള പാർട്ട്ണർ. പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണറെ പറയുന്ന പേരാണ് ഇൻകമിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോ രാജൻ ആൻഡ് മോഹൻ ആർ പാർട്ട്നേഴ്സ്. സോ രാജൻ ആൻഡ് മോഹൻ ആർ പാർട്ട്നേഴ്സ്. They share profit and loss equally, and they admit Sunil as a partner by giving him an equal share. So ഇവിടെ രാജനും മോഹനും ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആയിട്ടിരുന്നത്. പിന്നീട് അവർ ആരെ ഉൾപ്പെടുത്തുന്നു? സുനിലിനെ ഉൾപ്പെടുത്തുന്നു. സോ ഹിയർ സുനിൽ ഈസ് എ ന്യൂ പാർട്ട്ണർ. സോ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ ഈസ് നോൺ ആസ് വാട്ട്? ഇൻകമിംഗ് പാർട്ട്ണർ. ഇവിടെ സുനിൽ ഇൻകമിംഗ് പാർട്ട്ണർ ആണ്. ഈ രാജൻ മോഹൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ആരായിരിക്കും? എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ആയിരിക്കും. അവര് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ആയിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരുണ്ടായിരുന്ന സ്ഥാനത്ത് മൂന്നാമതൊരാളെ കൂടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യുന്നു? ഇയാളുടെ അഡ്മിഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അവസാനിപ്പിച്ചു. അല്ലെ? കംസ് ടു ആൻ എൻഡ്. പിന്നീട് ഇയാളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പിന്നീട് എന്ത് ചെയ്യാൻ? ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് വരുന്നു? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. സോ ദാറ്റ് ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഓക്കെ, നെക്സ്റ്റ് വൺ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. What do you mean by retirement? Retirement means withdrawal of a partner from an existing business. അല്ലെ? ഒരു നിലവിലുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. സോ ദ റിട്ടയർ may be due to his bad health, old age,
ഓർ ചേഞ്ചിങ് ഈ ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെ. റിട്ടയർ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒന്നില്ല അയാൾക്ക് അസുഖമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വയസ്സായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ താല്പര്യം ഇല്ലാണ്ടാക്കിയായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ഇവര് റിട്ടയർ ചെയ്തു പോകുന്നത്. സോ ആ സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നു, റീകോൺസ്റ്റിറ്റ്യൂഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, death of a partner will also result in changing the relationship between surviving the partners അല്ലെ. ഇപ്പോ എ എന്ന് പറയുന്ന, ബി എന്ന് പറയുന്ന, സി എന്ന് പറയുന്ന 3 പാർട്ട്ണർമാരുണ്ട് എന്ന് കരുതുക. ഇതില് ബി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ഈ പിന്നീട് ഇവിടെ ആരെയാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്? എയും സിയും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ 3 പേരുണ്ടായിടത്ത് നിന്നും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി 2 പാർട്ട്ണറും കൂടെ ആ ബിസിനസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് കരുതുക. സോ അപ്പോഴും എന്ത് ചെയ്യുന്നു, റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. മനസ്സിലായോ? സോ ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, അമാൽഗമേഷൻ ഓഫ് എ 2 firms, partnership firm. What do you mean by amalgamation? Amalgamation means 2 or more firms combine together and to form a new business. It is known as amalgamation. 2 അതിലധികമോ ഫേമുകൾ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് ഒരൊറ്റ ഫേമായി മാറുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അമാൽഗമേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, എ പ്ലസ് ബി, ആൻഡ് എ ഈസ് 1 firm and B is another firm, and they combine together and to form a new business, that is AB. So such AB. So this is known as amalgamation of പാർട്ട്ണർഷിപ്പ് ഫേം. എ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ബി എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് എ ബി എന്ന സ്ഥാപനമായി മാറുന്നുവെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, അമാൽഗമേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഈ അമാൽഗമേഷൻ വരുമ്പോഴും എന്ത് ചെയ്യുന്നു, റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. Okay, I think all are clear. In that, the first one, admission of a new partner. See, നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ആണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ബാക്കി റിട്ടയർമെന്റ്, ഡെത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരും ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യും, സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അമാൽഗമേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, now we can discuss that next topic, admission of a new partner. Okay, so when a firm എപ്പോഴാണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു? വെൻ എ ഫേം റിക്വയർ അഡീഷണൽ ക്യാപിറ്റൽ ഓർ മാനേജീരിയൽ ഹെൽപ്പ് ഓർ both for the expansion of its business, a new partner may be admitted to supplement its existing resources. അല്ലേ, അതായത് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മാനേജറിയൽ ഹെൽപ്പ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് വരും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സാഹചര്യങ്ങളിലേക്കാണ് ഒരു പാർട്ട്ണറെ എന്ത് ചെയ്യാറുള്ളത്, അഡ്മിറ്റ് ചെയ്യാറുള്ളത്. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, a new partner can be admitted into the firm only with the consent of all existing partners unless otherwise agreed upon. അല്ലേ, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരാളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ മറ്റെല്ലാ പാർട്ട്നേഴ്സിൻ്റെയും എന്ത് വേണം, കൺസെന്റ്, സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഓൺ അഡ്മിഷൻ
ഓൾഡ് പാർട്ട്ണർഷിപ്പ് കംസ് ടു ആൻ എൻഡ് എന്നാണ് പറയുക. അഡ്മിഷൻ ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പഴയ പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് എന്ത് ചെയ്യും? അവസാനിക്കും. ആൻഡ് വിത്ത് എ ന്യൂ എഗ്രിമെന്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ. പിന്നീട് ബിസിനസ് എന്തുമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുക? ന്യൂ എഗ്രിമെന്റുമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുക. സോ എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആരെ അഡ്മിറ്റ് ചെയ്യാം? ഒരു മൈനറിനെ അഡ്മിറ്റ് ചെയ്യാം. സോ ഇൻ ദാറ്റ് കേസ് മൈനേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാളുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അയാൾ ക്യാപിറ്റൽ ലിമിറ്റഡ് ആയിരിക്കും. അതായത് അയാളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ? ലയബിലിറ്റീസ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. സോ ദ എഫക്ട് ഓഫ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ എന്തൊക്കെയാണ്? ഒരു പുതുതായിട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺ ദ അഡ്മിഷൻ ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ two main rights in the firm. Who is incoming partner? Newly admitted partner. അല്ലേ? പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണറിനെയാണ് എന്ത് പറയുക? ഇൻകമിംഗ് പാർട്ട്ണർ എന്ന് പറയുക. സോ ഈ ഇൻകമിംഗ് പാർട്ട്ണർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് കിട്ടുക? പുതുതായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതുതായി വരുന്നയാൾക്ക് എന്തിനുള്ള റൈറ്റ്സ്, എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന റൈറ്റ്സ്? ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ടായിരിക്കും? പുതുതായിട്ട് വരുന്ന, അതായത് ഇൻകമിംഗ് പാർട്ട്നേഴ്സിന് റൈറ്റ് ഉണ്ടായിരിക്കും. സോ ഫോർ ദ റൈറ്റ് ടു അക്വയർ ഷെയർ ഇൻ ദ അസറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം, ദ പാർട്ട്ണർ ബ്രിങ്സ് adequate amount of capital either in cash or kind. അതായത് ചുമ്മാ നമുക്ക് അങ്ങനെ കൊടുക്കില്ല അല്ലെ. ഒരു ഫേമിന്റെ നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരാൾ വരുമ്പോൾ ആ ഫേമിന്റെ അസറ്റിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അതിന് ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? പുതുതായിട്ട് വരുന്നയാള് അതിനനുസരിച്ചിട്ട് എമൗണ്ട് എവിടെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ഫോർ ദ റൈറ്റ് ടു ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫേം എ ന്യൂ പാർട്ട്ണർ ഈസ് റിക്വയർഡ് ടു ബ്രിങ് സം അഡീഷണൽ എമൗണ്ട് നോൺ ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. നീ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിലും ചുമ്മാ കൊടുക്കില്ല. അപ്പോഴും എന്ത് ചെയ്യണം? ഈ അഡീഷണൽ ക്യാപിറ്റലിന് പുറമെ അഡീഷണൽ എമൗണ്ട് എവിടേക്ക്? ഫേമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്നാണ് പറയുക. അതിനെ ഇൻ ദ ഫോം ഓഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഓർ പ്രീമിയം എന്നാണ് പറയുക. സോ ദിസ് ഈസ് നെസസറി ടു കോമ്പൻസേറ്റ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ സാക്രിഫൈസ് എ പാർട്ട് ഓഫ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഹിസ് ഇൻകമിംഗ് പാർട്ട്ണർ. കാരണം എന്താണ്? ഇത് അത്യാവശ്യമാണ്. കാരണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലൊരു റെപ്യൂട്ടേഷനൊക്കെ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്കാണ് പുതുതായിട്ട് ഒരാൾ ഇന്ന് കയറി വരികയാണ്. അപ്പൊ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഫേമിന്റെ എല്ലാ കാര്യങ്ങളും ഇയാൾക്കും എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇവരുടെ റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു സെർട്ടൈൻ എമൗണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? പുതിയ പാർട്ട്ണർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ എന്നാണ് പറയുക. ഇവിടെ ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്നാണ് പറയുക. ഇത് കൊടുത്താൽ മാത്രമേ ആ ഫേമിന്റെ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ആർക്ക് കൂടെ റൈറ്റ് ഉണ്ടാവുള്ളൂ? ന്യൂ പാർട്ട്നേഴ്സിന് റൈറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. സോ കാരണം ഇവർ ഓൾറെഡി ഈ രണ്ട് ഇപ്പോ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ട് പാർട്ട്ണറാണ് ഉണ്ടെന്ന് കരുതുക. അതിലേക്ക് സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും കൂടെ ഇത്രയും കാലം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആർക്ക് കൂടെ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്? സിക്ക് കൂടെ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അഡീഷണൽ ക്യാപിറ്റലിന് പുറമെ അഡീഷണൽ എമൗണ്ടും കൂടെ ആവശ്യപ്പെടും. അതിനെ പറയുന്ന പേരാണ് ഇവിടെ എന്ത്? ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ്
I think all are clear. The next one, accounting treatment required at the time of admission of a partner. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സാധാരണ വരാറുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെക്കോർഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ന്യൂ പാർട്ട്നേഴ്സ്. പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. പുതിയ റേഷ്യോയും ന്യൂ റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് ട്രീറ്റ്മെന്റ് ചെയ്യണം. ആൻഡ് ദെൻ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സും ലയബിലിറ്റീസും എന്ത് ചെയ്യണം? റീവാല്യൂ ചെയ്യണം. ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. Profit and loss, accumulated profit and losses means what? Undistributed profit or loss. അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാതെ പ്രോഫിറ്റ് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുമ്പോഴാണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആയി മാറുന്നത്. അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആൻഡ് ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. സോ ദീസ് ആർ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇൻ ദാറ്റ് ദ ഫസ്റ്റ് വൺ, റെക്കോർഡ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ട്ണർ. നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പുതിയൊരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റെക്കോർഡ് ചെയ്യണം. സോ വെൻ എ പേഴ്സൺ ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ, ഹി വിൽ ബി ആസ്ക്ഡ് ടു ബ്രിങ് ക്യാപിറ്റൽ. അല്ലെ, ഒരു വ്യക്തിയെ നമ്മൾ പാർട്ട്ണറായിട്ട് നമ്മൾ ചേർത്തുമ്പോൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ചേർത്തുമ്പോൾ, പുതുതായിട്ട് ചേർത്തുമ്പോൾ ആ പഴയ പാർട്ട്നേഴ്സ് അയാളോട് ആവശ്യപ്പെടും എന്ത് കൊണ്ടുവരാൻ? ക്യാപിറ്റൽ കൊണ്ടുവരാൻ ആവശ്യം. യൂഷ്വലി ഹിസ് ബ്രിങ്സ് ക്യാപിറ്റൽ ഇൻ ക്യാഷ്. സാധാരണ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരിക. സംടൈം ഹിസ് ബ്രിങ് സർട്ടൻ അസറ്റ്സ് along with the cash towards his capital contribution. ചില സാഹചര്യത്തിൽ അത് ചിലപ്പോൾ ക്യാഷോടൊപ്പം എന്ത് ചെയ്യും? കുറച്ച് അസറ്റും കൂടെ കൊണ്ടുവരും. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ, ദ ജേർണൽ എൻട്രി വെൻ ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് agreed amount of assets or agreed amount or assets of for capital. ക്യാപിറ്റൽ ഇനത്തിലേക്ക് ക്യാഷ് ആയിട്ടും അസറ്റ് ആയിട്ടും ഒരു പാർട്ട്ണർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് debtor, assets account debtor to new partners capital account. New partners capital account. New partners capital account. So what is the journal entry? When a new partners contributed capital into the partnership business, that is cash account debtor, assets account debtor to new partners capital account. അതായത് ക്യാഷും അസറ്റും കൊണ്ടുവരുമ്പോൾ ഇത് രണ്ട് എൻട്രി നമുക്ക് എഴുതണം. ഇനി ക്യാഷ് മാത്രമാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അസറ്റ് മാത്രമാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്താ എഴുതുക? അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, so for example, Raju and Saju are partners in a firm sharing profit and loss in the ratio of 3:2. They decided to admit Siju into partnership for 1/5 share of profit. So Siju brings rupees 30,000 cash and land worth rupees 70,000 towards his capital contribution. Give journal entry. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് രാജുവും സാജുവും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 എന്ന റേഷ്യോയിലാണ്. ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് സിജു ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ 1/5 ഷെയർ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരെ അഡ്മിറ്റ് ചെയ്യുന്നു? സിജുവിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സിജു ബ്രിങ്സ് rupees 30,000
cash and land rupees 70,000 towards his capital contribution. സിജു 30,000 രൂപ ക്യാഷ് ആയിട്ടും 70,000 രൂപ 70,000 റുപ്പീസ് ലാൻഡ് ആയിട്ടും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ക്യാപിറ്റലിന്റെ ഫോമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ജേർണൽ എൻട്രി that is, what is the journal entry when a person when a partner brings his share of capital into the partnership business? So here in this question they who is the new partner? That is Siju is a new partner. Siju brings 30,000 for cash and rupees 70,000 for land towards his capital contribution. So what is the journal entry here? He contributed cash as well as assets. So what is the journal entry? So that is cash account debtor. Cash account debtor, how much rupees? That is 30,000. And then here assets, which asset? That is land. So land account debtor, how much rupees? That is 70,000. Cash account debtor 30,000, land account debtor 70,000 to Siju's capital, to Siju's capital account. How much? That is 30,000 plus 70,000, that is 1 lakh. So 1 lakh rupees. After that the narration being Siju brought in by cash, and land for his capital. Actually this is the journal entry. So what is the journal entry? Cash account debtor, land account debtor to Siju's capital. Okay, I think all are clear. What is the journal entry when a new partner brings in his share of capital in the form of cash or land? What is the journal entry? That is cash account debtor, assets account debtor to new partners capital account. Okay, I think all are clear. Okay, so that's all for today. So if you have any doubt, please contact me. Okay.